നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷേ അതൊന്നും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഈ അറിയുന്നതും ചെയ്യുന്നതും തമ്മിലൊരു വലിയ ഗ്യാപ്പുണ്ടല്ലേ? എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് വരുന്നതെന്നും ഇതെങ്ങനെ ഇല്ലാതാക്കാമെന്നും നമുക്കൊന്ന് നോക്കാം. ഈയൊരു വാചകം നോക്കൂ. ഇത് ശരിക്കും നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ഹൃദയമാണ്. അറിയുന്നതിനും ചെയ്യുന്നതിനും ഇടയിലുള്ള വിടവിലാണ് മിക്ക സ്വപ്നങ്ങളും അപ്രത്യക്ഷമാകുന്നത്. ശരിയല്ലേ? നമ്മുടെ എത്രയെത്ര നല്ല ആശയങ്ങളും വലിയ വലിയ സ്വപ്നങ്ങളുമൊക്കെയാണ് ഈയൊരു ഗ്യാപ്പിൽപ്പെട്ട് എങ്ങോട്ടെന്നില്ലാതെ മാഞ്ഞു പോകുന്നത്. ഒന്നാലോചിച്ച് നോക്കിക്കേ, നമ്മൾ എത്രയെത്ര അടിപൊളി ഐഡിയകൾ ചിന്തിച്ചെടുക്കുന്നു, നല്ല കിടിലൻ പ്ലാനുകൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും ഒന്നും നടക്കുന്നില്ല. ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാതെ നമ്മൾ അവിടെ തന്നെ നിൽക്കും. എന്തുകൊണ്ടാണിങ്ങനെ? ഈ ചോദ്യം ഒരുപക്ഷെ നിങ്ങളോട് തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ നമുക്ക് ഈ വിടവിനെ ഒരു പേര് വിളിക്കാം: സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്ന വിടവ്. കാരണം ശരിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ നല്ല നല്ല ഉദ്ദേശങ്ങളൊക്കെ വെറും നഷ്ടപ്പെട്ട അവസരങ്ങളായി മാറുന്നത് ഈ ഗ്യാപ്പിൽ വെച്ചാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ ഒരൊച്ചയുമില്ലാതെ പതിയെ ഇല്ലാതായി പോകുന്നു. ഈ പരാജയം എന്ന് പറയുന്നത് എപ്പോഴും വലിയൊരു പൊട്ടിത്തെറിയോ ശബ്ദമോ ഒന്നുമല്ല. മിക്കപ്പോഴും അതൊരു നിശബ്ദ കൊലയാളിയാണ്. ചെറിയ മടിയായിട്ട്, നാളെ ചെയ്യാം എന്ന ചിന്തയായിട്ട്, അല്ലെങ്കിൽ ഓരോരോ ഒഴികഴിവുകളായിട്ട് അത് നമ്മളെ പിടികൂടും. ഞാനിത് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കും. പക്ഷേ ഞാനിത് ചെയ്തു എന്ന് പറയുന്നതിനിടയിലുള്ള ആ ചെറിയൊരു സ്പേസ് ഉണ്ടല്ലോ, അവിടെയാണ് എല്ലാം കൈവിട്ടു പോകുന്നത്. അപ്പു ശരി, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗ്യാപ്പിൽ ഇങ്ങനെ സ്റ്റക്കായി പോകുന്നത്? ഇതിൻ്റെ ഒരു പ്രധാന കാരണം പുരോഗതിയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ചിലപ്പോൾ വെറുതെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവാം. അതിനെയാണ് നമ്മൾ യഥാർത്ഥ മുന്നേറ്റം എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അതായത് വെറും ചലനങ്ങളെ പുരോഗതിയായി കാണുന്നു. എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ചലനവും പുരോഗതിയും രണ്ടും രണ്ടാണ്. ഒരു പുസ്തകം വായിക്കുന്നത് വെറുമൊരു ചലനമാണ്, പക്ഷേ അതിലെ പാഠം ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് അത് പുരോഗതിയാകുന്നത്. അതുപോലെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് വെറുമൊരു ചലനമാണ്. ആ പ്ലാനിലെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് പുരോഗതി തുടങ്ങുന്നത്. നമ്മൾ പലപ്പോഴും ഈ ചലനത്തിൽ തന്നെ കുടുങ്ങിപ്പോകും. അത് പുരോഗതിയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ഈ ഒരു ഉദാഹരണം കേട്ടു നോക്കൂ. ഇത് കിടുവ. ഇത് പുഷപ്പിനെക്കുറിച്ച് വായിച്ചിട്ട് വ്യായാമം ചെയ്തു എന്ന് തോന്നുന്നതുപോലെയാണ്. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ആ വിഷയം പഠിച്ചപ്പോൾ, പ്ലാൻ ചെയ്തപ്പോൾ എന്തോ ചെയ്തു തീർത്ത പോലൊരു ഫീല് കിട്ടും. ആ ഒരു വൈകാരികമായ സന്തോഷം, ഒരു ചെറിയ റിവാർഡ് തലച്ചോറിന് കിട്ടുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു തരി പോലും അനങ്ങിയിട്ടുണ്ടാവില്ല. ഇതാണ് ഈ പറയുന്ന പുരോഗതിയുടെ മിഥ്യാബോധം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രവൃത്തിയില്ലാത്ത അറിവ് ശരിക്കും നമ്മളെ ചതിക്കുകയാണ്. അത് നമ്മളെ മുന്നോട്ടു പോകുകയാണെന്നൊരു തോന്നൽ തരും. പക്ഷെ സത്യത്തിൽ നമ്മൾ എയർപോർട്ടിലെ റൺവേയിൽ കിടന്ന് വട്ടം കറങ്ങുന്ന വിമാനം പോലെയാണ്. പറന്നുയരാൻ തയ്യാറാണ്, എല്ലാം റെഡിയാണ്, പക്ഷെ ടേക്ക് ഓഫ് ചെയ്യുന്നില്ല. അറിവ് മാത്രം പോരാ, ആക്ഷൻ വേണം. അപ്പോൾ എന്താണ് നമ്മളെ ഇങ്ങനെ സ്റ്റക്കാക്കി നിർത്തുന്നത്? നമ്മളെ ചിന്തകളിൽ മാത്രം തളച്ചിടുന്ന, പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത 4 കെണികളുണ്ട്. നമുക്ക് ആ കെണികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, ഒന്നാമത്തത് ഭയം. പിന്നെ പെർഫെക്ഷനിസം, അതായത് എല്ലാം 100% പെർഫെക്റ്റ് ആയിരിക്കണമെന്ന വാശി. മൂന്നാമത്തത് ഓവർവെൽം, അതായത് ചെയ്യാനുള്ള കാര്യങ്ങളുടെ വലിപ്പം കണ്ട് പേടിക്കുക. നാലാമത്തത് നമ്മുടെ സ്വന്തം കംഫർട്ട് സോൺ. ഈ 4 കാര്യങ്ങളാണ് നമ്മളെ പലപ്പോഴും മുന്നോട്ടു പോകുന്നതിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത്. ഇതിലെ ഏറ്റവും വലിയ വില്ലൻ ഭയമാണ്. കാരണം അറിയുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുക എന്നത് വളരെ സേഫാണ്. അവിടെ പരാജയമില്ല, നാണക്കേടില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴോ അത് റിസ്ക്കാണ്. പരാജയപ്പെട്ടാലോ, മറ്റുള്ളവർ കളിയാക്കിയാലോ, ഈ പേടി കാരണം നമ്മൾ ആ റിസ്ക് എടുക്കില്ല. പകരം അറിവിൻ്റെ ആ സേഫ് സോണിൽ അങ്ങനെ ഒളിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ പ്രശ്നം മനസ്സിലായി, കാരണങ്ങളും മനസ്സിലായി. ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് കടക്കാം. ഈ അറിയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള ഗ്യാപ്പ്, ഇത് നികത്താൻ ഒരു പാലം വേണം. ആ പാലത്തിന്റെ പേരാണ് അച്ചടക്കം. എന്താണ് ഈ അച്ചടക്കം? സിമ്പിളായിട്ട് പറഞ്ഞാൽ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തോന്നില്ലെങ്കിൽ പോലും ചെയ്യുക, അത്രയുള്ളൂ. അച്ചടക്കം നമ്മുടെ മൂഡിനോട് സംസാരിക്കാൻ പോകില്ല. ഇന്നെനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കില്ല. അനുയോജ്യമായ സമയത്തിനു വേണ്ടി കാത്തുനിൽക്കില്ല. ചെയ്യേണ്ടത് ചെയ്യുക, അതാണ് അതിന്റെ പോളിസി. ഒരു അമച്ചറും ഒരു പ്രൊഫഷണലും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വ്യക്തമാണ്. ഒരു അമച്ചർ താൽപ്പര്യം തോന്നുമ്പോൾ പ്രവർത്തിക്കും, പക്ഷെ ഒരു പ്രൊഫഷണലോ അത് ചെയ്യേണ്ട സമയമായതുകൊണ്ട് ചെയ്യും. അവരുടെ വികാരങ്ങളല്ല അവരുടെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത്. പ്രചോദനം വരാൻ വേണ്ടി കാത്തിരിക്കില്ല, പ്രവൃത്തിയിലൂടെ അവർ പ്രചോദനം ഉണ്ടാക്കിയെടുക്കും. ഇതാണ് വ്യത്യാസം. ഇവിടെയാണ് നമുക്ക് പലർക്കും തെറ്റുപറ്റുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? പ്രചോദനം, ആത്മവിശ്വാസം, ധൈര്യം ഇതൊക്കെ വന്നിട്ട് തുടങ്ങാം എന്ന് വിചാരിക്കും. പക്ഷേ സത്യമതല്ല. സത്യം നേരെ തിരിച്ചാണ്. ഈ വികാരങ്ങളൊന്നും ആദ്യം വരില്ല. അവയൊക്കെ പ്രവൃത്തിയുടെ ബൈ പ്രൊഡക്ട്സാണ്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ തുടങ്ങൂ, പ്രചോദനവും ആത്മവിശ്വാസവുമൊക്കെ അതിന്റെ പിന്നാലെ താനേ വന്നോളൂ.
അപ്പോൾ ഈ അച്ചടക്കം എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാം? ഇതിനൊരു കുറുക്കുവഴിയുണ്ട്. അത് ദിവസവും ചെയ്യുക എന്നതാണ്. വളരെ ചെറിയ കാര്യങ്ങൾ മതി, പക്ഷേ അത് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുക. അതാണ് ഗെയിം ചേഞ്ചർ. ഈ വാചകം ഓർത്തുവെക്കുക. വിജയം ഏറ്റവും തീവ്രമായി പ്രവർത്തിക്കുന്നവർക്കല്ല പ്രതിഫലം നൽകുന്നത്, അത് ഏറ്റവും സ്ഥിരതയുള്ളവർക്കാണ്. അതായത് ഒരു ദിവസം 10 മണിക്കൂർ ജോലി ചെയ്ത് പിന്നെ ഒരാഴ്ച മടി പിടിച്ചിരിക്കുന്നതിലല്ല കാര്യം. എല്ലാ ദിവസവും 1 മണിക്കൂർ സ്ഥിരമായി ചെയ്യുന്നതിലാണ്. കൺസിസ്റ്റൻസിയാണ് ഇവിടെ കിങ്. ഇതിൻ്റെ ഒരു പവർ എങ്ങനെയെന്നാൽ നോക്കൂ, 1-ാമത്തെ ദിവസം നിങ്ങൾ തുടങ്ങുമ്പോൾ ഒന്നും സംഭവിക്കില്ല. 10-ാമത്തെ ദിവസവും അത് വളരെ ചെറുതായിട്ട് തോന്നൂ. പക്ഷേ 100-ാമത്തെ ദിവസം എത്തുമ്പോഴേക്കും ചെറിയൊരു മാറ്റം കണ്ടു തുടങ്ങും. ഒരു 300 ദിവസം കഴിയുമ്പോഴോ ആ റിസൾട്ട് നിങ്ങൾക്ക് പോലും നിഷേധിക്കാൻ പറ്റാത്ത അത്ര വലുതായിട്ടുണ്ടാകും. ഇത് കോമ്പൗണ്ടിംഗ് എഫക്റ്റ് പോലെയാണ്. ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ ശ്രമങ്ങൾ ചേർന്ന് അവസാനം ഒരു മല പോലെ വളരും. നമ്മൾ പലപ്പോഴും കാത്തിരിക്കുന്നൊരു കാര്യമാണ് ശരിയായ സമയം. പക്ഷേ സത്യം എന്താണെന്നറിയുമോ? ഈ ശരിയായ സമയം എന്നത് കലണ്ടറിലെ ഒരു തീയതിയല്ല, അത് നിങ്ങളെടുക്കുന്നൊരു തീരുമാനമാണ്. തുടങ്ങാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് പുറത്ത് എവിടെയുമില്ല, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇപ്പോൾ ഈ നിമിഷം. അപ്പോൾ ഇനി കാത്തിരിക്കുന്നതിലൊരു അർത്ഥവുമില്ല. നിങ്ങളുടെ ആ അറിയുന്നതിനും ചെയ്യുന്നതിനും ഇടയിലുള്ള ഗ്യാപ്പ് നികത്താനുള്ള സമയമാണിത്. വലിയ മലമറിക്കുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഒരൊറ്റ ചോദ്യം: ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു സ്റ്റെപ്പ് എന്താണ്? ആ ഒരൊറ്റ ചെറിയ ചുവട്, അത് ഇന്ന് തന്നെ വെക്കുക. അവിടെ തുടങ്ങും നിങ്ങളുടെ മാറ്റം.